വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് മണ്ണിന്റെ പുളിരസം പൂർണ്ണമായിട്ടും മാറ്റും. കുമ്മായം ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി തൈ നടാവുള്ളൂ. അടിവളമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജൈവവളം ഏതും ചേർക്കാം. അതിന്റെ കൂട്ടത്തിൽ ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഒരു ഗ്രോ ബാഗിൽ ചേർത്തിരിക്കണം. തക്കാളി ചെടിയിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വേര് ചീയലും. അതുപോലെ തന്നെ രോഗങ്ങളുടെ എല്ലാ ആരംഭം വേരിൽ നിന്നാണ്. അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരിന് കേടുപാടുകളൊന്നും സംഭവിക്കുക. ഇനി ചൂടുള്ള വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചാക്ക് നന്നായി നനച്ചിടുക. നന്നായിട്ട് ഒരു 10-15 ദിവസം ചാക്ക് നനച്ചങ്ങ് മാറ്റി. കൂടുതലായി വരുന്ന വെള്ളം ചാക്കിൽ കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് അതിന്റെ അടിഭാഗത്ത് കുറച്ച് ഹോൾസ് കൂടി ഇട്ട് കൊടുക്കും. ഏത് കൃഷിക്കാണെങ്കിലും ഇതുപോലെ ആദ്യം മണ്ണൊരുക്കി ഇടുക. അതിനുശേഷം മാത്രം വിത്ത് മുളപ്പിക്കാൻ എടുക്കുക. നല്ല ക്വാളിറ്റിയുള്ള വിത്ത് ഉപയോഗിക്കുക. ഞാൻ ഹൈബ്രിഡ് വിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്യൂഡോമോണസ് ലൈനിയോ പുളിച്ച കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ തേങ്ങാവെള്ളമോ അതിൽ നമുക്ക് വിത്ത് ഒരു 4 മണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ വിത്ത് മുളപ്പിക്കാൻ എടുക്കാം. വിത്ത് മുളപ്പിക്കാനായിട്ട് ഞാൻ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന മിൽമയുടെ കവറാണ് എടുത്തിരിക്കുന്നത്. അധികം വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കാതെ വെള്ളം നേരിയ രീതിയിൽ മാത്രം